ഇല്ല, ശ്രീ പണിക്കർ ഇങ്ങനെ തന്നെയല്ലേ? അതേസമയം LDF ക്യാമ്പിൽ കണ്ണൂരിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. അവിടെ വിമതർ തന്നെയാണ്. അത് പാർട്ടിയിൽ പ്രധാന പദവികളിൽ ഇരുന്നവർ തന്നെയാണ്. പിന്നെ അമ്പലപ്പുഴയിൽ സുധാകരനും അങ്ങനെ തന്നെയാണ്. ഒറ്റപ്പാലത്ത് PK ശശിയും അതേപടി തന്നെ നിൽക്കുന്നുണ്ട്. അതായത് 4 സ്വതന്ത്രർ അവർ UDFന് മുതൽക്കൂട്ടാകുമെന്ന് VD സതീശനും പറഞ്ഞു കഴിഞ്ഞു. അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും UDF. അതിലും സംശയമില്ല. കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞു, ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അസ്വാരസ്യം കൂടുതൽ എന്ന് പറയുന്നത് LDFിലായി മാറിയിട്ടില്ലേ? ഈ കോൺഗ്രസിലെ ഈ പറയുന്ന ചെറിയ പൊട്ടലും ചീറ്റിലും അത് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ആകുമോ? കോൺഗ്രസിലെ പൊട്ടലും ചീറ്റലും ഒക്കെ തൽക്കാലത്തേക്ക് സർഫസിൽ അതില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം അതിന് അങ്ങനെ ആർക്കെങ്കിലും ഇനി ബഹളം ഉണ്ടാക്കുന്നതിനോ പ്രതിഷേധിക്കുന്നതിനോ ഉള്ള സമയം ഇനിയില്ല. കാരണം പ്രതിഷേധിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. തന്നെയല്ല, ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികം സമയം അവശേഷിക്കുന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും K സുധാകരന് പോലും സീറ്റ് നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യം വരികയും കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു യാർഡ് സ്റ്റിക്ക് ഉണ്ട്, MP മാരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലത്തേക്ക്, അതിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം അവരുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ K സുധാകരന് രക്ഷയില്ല എങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇനി രക്ഷയില്ല എന്ന രീതിയിലത്തേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഓരോരുത്തരുടെ കാര്യത്തിലും എടുത്തിരിക്കുന്ന മാനദണ്ഡം അത്രത്തോളം കാർക്കശ്യമുള്ളതാണ്. അതിപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിലാണെങ്കിലും ഇനി സീറ്റ് കിട്ടാത്ത സ്ഥാനമോഹികളായിരുന്ന നിരവധി പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിലാണെങ്കിലും ഒരു തരത്തിലുള്ള പുനർവിചിന്തനവും ഇനി ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിനെ കുറിച്ച് തർക്കമില്ല. തന്നെയല്ല, ചില സ്ഥാനങ്ങളിൽ ചില സീറ്റുകളിലൊക്കെ തന്നെ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ ചൊല്ലി അത് അവിടെ തന്നെ ഉണ്ട് പ്രാദേശികമായിട്ടുള്ള ചില തർക്കങ്ങളും സ്വീകാര്യത ഇല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനി സമയം പോലും അവശേഷിക്കുന്നില്ല അവർക്ക് പ്രതിഷേധിക്കാനെന്നുള്ള ഒരു വസ്തുതയുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം കണ്ണൂരിൽ ശ്രീ K സുധാകരൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൻമരം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദം അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമോ? നമ്മളിപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ മാത്രമാണോ, അതോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പിന്തുണ ഇവിടെ ഉണ്ടാകുമോ, അതില്ലാതെ ഇരിക്കുമോ? ഈ കാര്യമൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം ശ്രീ K സുധാകരൻ കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിനെ അവരുടെ തീരുമാനത്തിനെ അനുസരിക്കാനുള്ള ഒരു താല്പര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വളരെ അസന്നിഗ്ധമായിട്ടാണ് അദ്ദേഹം താൻ മത്സരിക്കും എന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും താൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ കോൺഗ്രസിന്റെ സിംഹമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് മുറിവേറ്റ സിംഹമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക, അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആൾക്കാരുടെ തീരുമാനം എന്താണ്, ഇതൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം പാർട്ടി കോൺഗ്രസ് ആണ്, CPM അല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കൂടെയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് കുറവാണ്. ഇപ്പോൾ തളിപ്പറമ്പ് പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ടോ റിക്കൺസിലിയേഷന് വേണ്ടിയിട്ടോ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സുധാകരന്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ TK ഗോവിന്ദന്റെ കാര്യത്തിലായിക്കോട്ടെ, അവിടെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും സ്കോപ്പില്ല. PK ശശിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതൊക്കെ ആദ്യമേ തന്നെ അവർ വിട്ട കേസാണ്. അപ്പോൾ ആദ്യം അതിനെ റിക്കൺസൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ശ്രമിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അത് എല്ലാം കഴിഞ്ഞു അവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള തീരുമാനമെടുക്കുന്നു. ആ സമയത്ത് പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളത് ഒരുപക്ഷെ വലിയൊരു കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളല്ലാതിരുന്ന ചില മണ്ഡലങ്ങളിലെ പോലും മത്സരങ്ങളെ കൂടുതൽ താല്പര്യം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന്, രാഷ്ട്രീയ നിരീക്ഷകരിൽ ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വഴി തെളിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ കുറേയധികം സിനിമാ താരങ്ങളെ എല്ലാ പാർട്ടിക്കാരും അവിടെ കൊണ്ടുവരുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോൾ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നടൻ ശ്രീ സുധീർ കരമന വരും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആരെ വയ്ക്കും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ചില തർക്കങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ അവിടെ ഉണ്ട് എന്നിരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞത് ശ്രീ മഞ്ജുഷ് പറഞ്ഞത് തന്നെയാണ്. കാരണം സർഫസിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഒരുപക്ഷെ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ ശ്രീ K സുധാകരൻ സ്വതന്ത്രനായി അവിടെ മത്സരിക്കുമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി കണ്ണൂരിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ ഈ വിസ്മയത്തിനെ എല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.